തുരുത്തിപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് വി.ജെ. സോജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് കുടുംബങ്ങളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെയും ആദരിച്ചു. തുരുത്തിപ്പുറം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒന്നാമത് വാർഷിക പൊതുയോഗവും ട്രസ്റ്റ് കുടുംബങ്ങളിൽ നിന്നുള്ള SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടി ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെയും ആദരിക്കലും തുരുത്തിപ്പുറം SNDP ഹാളിൽ നടന്നു. ട്രസ്റ്റ് പ്രസിഡന്റ് വി.ജെ. സോജന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി P.A. രവി റിപ്പോർട്ട് അവതരിപ്പിച്ചു. രക്ഷാധികാരി T.S. ചന്തു ആമുഖ വിശദീകരണം നടത്തി. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എത്തിപ്പെട്ടിട്ടില്ല. അതിന്റെ കമ്മിറ്റിയെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാവുന്നതാണ്. അതിൽ പറയാവുന്ന ഒരാള് ആ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ അതിന്റെ ആരംഭം മുതലുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിന്റെ ഹെഡ്ക്ലർക്കായിരുന്നു. 2008 വരെ അതിന്റെ ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി സത്യസന്ധതയോടും ആളുകൾക്ക് യാതൊരുവിധ ആയ ദോഷവശങ്ങൾ പ്രചരിപ്പിക്കാൻ ഇടയാകാതെയും പ്രവർത്തിച്ചാണ് ഞാൻ അതിന്റെ ആ ക്ലാർക്ക് സ്ഥാനത്ത് നിന്നും വിരമിക്കുന്നത്. ട്രഷറർ വി.K. മോഹനൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. M.T. ടോമി, K.N. പ്രദീപ്, ഉഷ ചന്ദ്രബോസ്, O.R. ബിജു, A.S. ബിൻഷാദ്, N.K. സജീവ്, K.V. പ്രകാശൻ, ചന്ദ്രസേനൻ, C.S. രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതായത് ഭരണസമിതിക്ക് വീതം വെച്ച് കൊടുത്തിട്ടുള്ള കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളിലെല്ലാം തന്നെ ഈ 12 പേര് പ്രതിമാസം ചെല്ലുകയും നമ്മളുടെ പ്രഖ്യാപിതമായിട്ടുള്ള സംഖ്യകൾ കളക്ട് ചെയ്യുകയും അത് കൃത്യമായി നമ്മളുടെ സെക്രട്ടറി എന്ന രീതിയിൽ സംഘടന സെക്രട്ടറി എന്ന രീതിയിൽ ജപിച്ചേട്ടനെ ഏൽപ്പിക്കുകയും അതാത് മാസങ്ങളിൽ തന്നെ ആ സംഖ്യ 131 സർവീസ് സഹകരണ സംഘത്തിലെ ജോയിന്റ് അക്കൗണ്ടിലേക്ക് FD ആയി സേവിംഗ് ആയി വഴിമാറുകയും അത് ഏതാനും സംഖ്യകൾ ആകുമ്പോൾ നമ്മൾ FD-യിലേക്ക് തിരിച്ചുവിടുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മരണാനുകൂല്യം കൊടുത്തിരിക്കുന്നത് ഒരു വ്യക്തിയുടെ വീട്ടിൽ നാം ഈ മരണാനുകൂല്യം കൊടുത്തപ്പോൾ ആ വ്യക്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണോ എന്നൊരു സംശയമാണ്. ഒരു തുള്ളി കണ്ണീര് വീണോ എന്ന് സംശയം. അപ്പൊ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ 10,000 രൂപയും കൊടുക്കുന്നു. ആ ചെറിയ രൂപ കൊടുത്തപ്പോൾ ഒരു തുള്ളി കണ്ണുനീര് ഒരു വ്യക്തിയുടെ വീട്ടിൽ നിന്ന് വീണമെന്ന് സംശയം. അങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവാദി ഇവിടെ ഇരിക്കുന്ന 109 പേര് തന്നെയാണ്. ഒരു വ്യക്തിയല്ല. നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു. പക്ഷേ മരണത്തിന് മാത്രം നാം ഒന്നും ചെയ്യാറില്ല. വിവാഹം വരുന്നു, ഒരു പെൺകുട്ടി പറക്കുന്നു, അപ്പൊ തന്നെ LIC ചേരുന്നു, ചിട്ടി ചേരുന്നു, സാമ്പത്തികമായിട്ടുള്ള ചെറിയ സമ്പാദ്യ പദ്ധതികൾ ചേരുന്നു. അത് 10, 22, 21 വയസ്സാകുമ്പോൾ നമ്മൾ വിവാഹം കഴിപ്പിച്ചയക്കുന്നു. ഓരോരുത്തർ വിവാഹത്തിന് ചിലപ്പോൾ അവന് സൗകര്യപ്രദമായി സദ്യ വയ്ക്കുന്നു. ഇന്ന് സദ്യ വയ്ക്കാമെന്ന് പറയാൻ പറ്റൂല. നമ്മൾ എത്ര കൊടുക്കുന്നു? 1000 കൊടുക്കുന്നു, 2000 കൊടുക്കുന്നു, 3000 കൊടുക്കുന്നു, 10000 കൊടുക്കുന്നു. ഒരു മരണ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഒന്നും കൊടുക്കാറില്ല. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ ചന്ദ്രലക്ഷ്മി K. അനിൽ, MBBS ഡോക്ടർ ദിയാലക്ഷ്മി, BDS ഡോക്ടർ ഐശ്വര്യ രാജേഷ്, ഷോർട്ട് ഫിലിമിലൂടെ മികച്ച നടനുള്ള അവാർഡ് നേടിയ ഉജിത്ത് ബോസ്, കളരിപ്പയറ്റ് സംസ്ഥാനതല ജേതാവ് ദിവ്യ വിമൽകുമാർ, സംസ്ഥാന കലോത്സവ ജേതാവ് നന്ദന രാജേഷ്, ട്രസ്റ്റിന്റെ ബിരിയാണി ചലഞ്ച് വിജയപ്രദമാക്കിയ പാചക വിദഗ്ധൻ വർഗീസ് ചൂളപ്പറമ്പിൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.